നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹറിൻ. രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണം. ഒരു തെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികളാണ് ആക്രമിക്കപ്പെട്ടത്. ഈ അടുത്ത കാലം വരെ കാശ്മീരിലുണ്ടായ മാറ്റം നമ്മളെ ഏറെ സമാധാനത്തിലാക്കിയിരിക്കുന്നു. കോടിക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വന്നുപോയത്. ലേ, ലഡാക്ക്, സാൻസ്കർ അടക്കമുള്ള കാശ്മീരിലെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളും മെയ് മാസം മുതൽ ആക്റ്റീവ് ആകാനിരുന്നതാണ്. ആക്രമണം നടന്ന പെഹൽഗാം അടക്കമുള്ള സ്ഥലങ്ങളിൽ ടൂറിസം കൊണ്ട് കഴിയുന്ന ജനതയാണ് കൂടുതലുള്ളത്. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഇനി ആ പഴയ ടൂറിസം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഭീകരാക്രമണം ചിലർക്ക് വീണ് കിട്ടിയ നിധിയാണെന്ന് തോന്നുന്ന ചില സോഷ്യൽ മീഡിയ കുറിപ്പുകൾ കാണുമ്പോൾ മതം പറഞ്ഞും വിദ്വേഷം പ്രചരിപ്പിച്ചും തിരിച്ചടി ആക്രോശിച്ചും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞും ഒരു കൂട്ടർ ആഘോഷിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിൽ ടൂറിസ്റ്റായി പോയവരുണ്ടാകാം. എന്നാൽ അവിടെ ജീവിച്ച് മരിച്ചു വീഴുന്ന സാധാരണക്കാരുടെ ജീവിതം തൊട്ടറിഞ്ഞ എത്ര പേരുണ്ടാകും നമുക്കിടയിൽ? അരക്ഷിതബോധം, ജന്മഗ്രഹം ഒരുപോലെ വികാരമായി ഉള്ളിലൊതുക്കി കിടക്കുന്ന പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും കാശ്മീരിൻ്റെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും ഒരു ജനതയുണ്ട്. 3 റൊട്ടിക്ക് വേണ്ടി മൂവന്തിയോളം പണിയെടുക്കുന്ന ശരാശരിയോളം താഴ്ന്ന ജനതയാണ് അവർ. ദേശീയത എന്നാൽ എന്താണെന്ന് ഭരണഘടന എടുത്തു വെച്ച് വായിച്ചു നോക്കൂ, അപ്പോൾ മനസ്സിലാകും. ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി പ്രശസ്ത ഗായികയും സ്റ്റേജ് പെർഫോമറൊക്കെ ആയ അഞ്ജലി മൂകാംബിയാണ്. സ്വാഗതം അഞ്ജലി. താങ്ക് യു. ആദ്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് പേര്, പ്രത്യേകിച്ച് അഞ്ജലി മൂകാംബി. മറ്റാർക്കും അങ്ങനത്തെ ഒരു പേര് കേട്ടിട്ടില്ല. എങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തുന്നത്? ശരിക്കും എൻ്റെ പേര് റെക്കോർഡിക്കൽ നെയിം വന്നിട്ട് വേറെയാണ്. പ്രൊഫഷണൽ വന്നപ്പോൾ ആ സമയത്ത് അതേ എൻ്റെ പേരുള്ള അതേ ഒരു വേറെ ഫീമെയിൽസ് കുറേ പേരുള്ളതുകൊണ്ട് അപ്പം എനിക്ക് വീട്ടിൽ ഓൾറെഡി അഞ്ജലി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ അഞ്ജലി എന്നങ്ങ് എന്നെ തന്നെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ മൂകാംബി എന്നുള്ള പേര് വരാൻ കാരണം ഞാൻ കടുത്ത ഒരു മൂകാംബിയ അമ്മയുടെ ഒരു ഡിവോട്ടിയാണ്. അപ്പോൾ അവിടെ അമ്പലത്തിൽ പോയ സമയത്ത് എന്തോ എനിക്ക് ആ പേര് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. എനിക്കത് കൂടെ ചേർക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ മൂകാംബി, കന്നഡയിൽ മൂകാംബിക എന്ന് പറയില്ല, മൂകാംബി എന്നേ പറയാറുള്ളൂ. സോ ഞാൻ അങ്ങനെ അഞ്ജലി മൂകാംബി. പക്ഷേ അതൊരു വെറൈറ്റി ആയിട്ട് എല്ലാവരും ഏറ്റെടുത്തു. ഇപ്പം അങ്ങനെ അറിയുന്നത്. ഓക്കെ, അങ്ങനെ സ്വയം സ്വീകരിച്ചൊരു പേരാണ്, സന്തോഷമുണ്ട്. അപ്പം അഞ്ജലി ഗായികയാണ്, പ്രശസ്തരായിട്ടുള്ള ഒരു പാട്ടുകാരൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ജാസി ഗിഫ്റ്റിനോടൊപ്പം, അല്ലേ? എങ്ങനെയുണ്ട് ഒരു ഗായിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ? ചേച്ചി, വേറൊന്നുമില്ല, ഞാനൊരു 2005 തുടങ്ങിയതാണ്. അപ്പോൾ ഒരു 20 വർഷം ആയിട്ടുണ്ട്. അതിലൊരു 5 വർഷം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം നമുക്ക് എക്സ്പ്ലോഷർ എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണിത്. അപ്പം ഒരു 15 ഞാൻ കൊറോണയ്ക്ക് മുമ്പ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ശരിക്കും അതിന് ശേഷമുള്ള മാറ്റങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. മുമ്പൊക്കെ നമുക്ക് എന്താ പറയുക, സിംഗേഴ്സ് കുറവാണ്. ഇന്ന് അങ്ങനെയല്ല, ഇഷ്ടം പോലെ പിള്ളേർ, കാരണം എല്ലാ മീഡിയ വഴിയും ഒരുപാട് എക്സ്പ്ലോഷർ കിട്ടുന്നതുകൊണ്ട് ഇതിലൊക്കെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്നപ്പോൾ വീണ്ടും റീ എൻട്രി വന്നപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ എല്ലാ സ്റ്റേജ് പെർഫോമൻസ് ആളുകൾക്കും പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് കൊറോണയ്ക്ക് മുൻപും ശേഷമുള്ള ജീവിതം വലിയ രീതിയിൽ വ്യത്യാസമുണ്ടെന്നുള്ളത്. ഒരു പക്ഷേ അതിന് മുൻപൊക്കെ തന്നെ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്ന ആളുകളാണ്. പക്ഷേ അതിന് കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മൾ തിരിച്ച് സ്റ്റേജിലേക്ക് എത്തി തുടങ്ങിയിട്ട്. അത് വലിയൊരു മാറ്റം അഞ്ജലിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഒരുപാടുണ്ട്. കാരണം ഞാൻ ഇനി തിരിച്ചൊരു എൻട്രി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒതുങ്ങിയതാണ്. പക്ഷേ എനിക്ക് എന്തോന്നറിയില്ല, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചേഞ്ചസ് വന്നപ്പോൾ നമ്മൾ അന്ന് ആഗ്രഹിച്ചിരുന്ന പലതും ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ കരിയറിൽ. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഗാനമേള ടിപ്പിക്കൽ ഗാനമേള തന്നെയാണ്. ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ബാൻഡ് സ്റ്റൈലായി, റാപ്പ് സ്റ്റൈലായി, ഒരുപാട് സ്റ്റൈലുകൾ ഇറങ്ങിയിട്ടുണ്ട്. നാടൻ പാട്ട് ട്രെൻഡായി. അങ്ങനെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ എന്തൊക്കെയാണോ ഒരു ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ചെയ്യാൻ അവസരമുണ്ട്, ഓപ്ഷനുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരുപാട് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അന്നൊക്കെ ഞങ്ങൾ സ്റ്റേജിൽ എത്ര തലകുത്തി മറിഞ്ഞ് പെർഫോം ചെയ്താലും പാടിയാലും അത് വെളിയിലൊന്ന് വരാനായിട്ട് ഇച്ചിരി പാടാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്താലും ഒരു സിംഗിൾ ടച്ചിൽ നമുക്ക് കാര്യങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. സോ അപ്പോൾ എനിക്ക് തോന്നി, അയ്യോ എനിക്ക് ആ എക്സ്പ്ലോഷർ എനിക്ക് ആസ്വദിക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യണം, എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ട്. കാരണം ഇത് തന്നെയാണ് നമ്മുടെ മീഡിയയുടെ ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ഇന്ന് നമ്മുടെ കരിയറിലും കാണുന്നുണ്ട്. ഓക്കെ, നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ കുറേ അധികം വ്യത്യസ്തമായ ഒരു പാട്ടിൻ്റെ ശൈലികൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അഞ്ജലി ഏതിലാണ് കുറച്ചും കൂടി ആക്റ്റീവായി നിൽക്കുന്നത്? അടിപൊളി പാട്ടാണ്. അതായത് എനിക്കിഷ്ടം മെലഡി തന്നെയാണ്. പക്ഷേ എപ്പോഴും എൻ്റെ വോയിസ് കൾച്ചറും എൻ്റെ ഒരു ടോൺ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എപ്പോഴും ഹസ്കി
ഒരു ടോണാണ്. അപ്പം എൻ്റെ ഒരു വോയിസ് കൾച്ചർ വെച്ചിട്ട് എനിക്ക് എപ്പോഴും അടിപൊളി പാട്ട് പാടാനും പെർഫോം ചെയ്യാനും, പിന്നെ ഞാൻ പെർഫോം ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. സോ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ 2.5 മണിക്കൂർ നമ്മൾ സ്റ്റേജിൽ പാടി പെർഫോം ചെയ്ത് ഓഡിയൻസിനെ കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു അടിപൊളി ഒരു മൈൻഡ് സെറ്റ് ആവും ആ സമയത്തൊക്കെ നമ്മൾ. ഓക്കെ. പൊതുവെ ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ മൾട്ടി ടാലൻറ്റഡ് ആണ്. പാട്ട് മാത്രം അറിഞ്ഞാൽ പോരാ, മറിച്ച് സ്റ്റേജിലെ ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരും, പ്രേക്ഷകരുമായിട്ട് സംസാരിക്കേണ്ടി വരും, നൃത്തം ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ്? അത് വളരെ കഴിവുള്ള ആളുകൾക്ക് മാത്രമാണ് ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. അഞ്ജലിയുടെ ജീവിതത്തിൽ ആ ഒരു കഴിവിനെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കാരണം ഓഡിയൻസുമായിട്ട് മിങ്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. കാരണം എല്ലാ ഓഡിയൻസും ഒരേപോലെ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അവരെ നമ്മൾ ആ ഒരു മൂഡിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ ആ 2.5 മണിക്കൂർ നമ്മൾ ചെയ്യുന്ന ഷോ അവരുമായിട്ട് കൺവേ ചെയ്ത് അവരെ നമ്മളൊപ്പം എൻജോയ് ചെയ്യിപ്പിക്കണം. അത് ഭയങ്കര ടാസ്ക്കാണ് ചേച്ചി. പക്ഷേ എന്തോ ഇന്നത്തെ അതാ ഞാൻ പറഞ്ഞു, കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ഓഡിയൻസിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ല ഇപ്പോൾ. കാരണം അവരെല്ലാവരും ഇപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ പിള്ളേരെന്നോ വയസ്സൊന്നുമില്ല, എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ എല്ലാവരും മസിൽ പിടിച്ചിരിക്കും, പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ പറയേണ്ട അവസ്ഥയില്ല. പക്ഷേ എന്നാലും ടാസ്ക്കാണ്. എല്ലാവരെയും നമ്മൾ ആ ഒരു മൂഡിൽ കൊണ്ടുവരാൻ ഇച്ചിരി ടാസ്ക്കാണ്. ഓക്കെ. പൊതുവേ ഈ ഗായകർക്കിടയിൽ തന്നെ 2 വാദങ്ങളുണ്ട്. ശാസ്ത്രീയമായി സംഗീതം പഠിച്ച ആളുകൾ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ട്, അല്ലാത്തൊരു കൂട്ടം ആൾക്കാർ സംഗീതത്തോടുള്ള താല്പര്യത്തിൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ട്. അതിൽ ഏത് വാദമാണ് കുറച്ചും കൂടി വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു വിഷയം കൂടിയാണ്? ഈ ശാസ്ത്രീയമായി പഠിച്ചവർക്ക് മാത്രമേ ഇതുപോലെ പാടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വാദവും കൂടിയുണ്ട്. എങ്ങനെയാണ് അഞ്ജലിക്ക് തോന്നുന്നത്? അത് മാത്രം മതിയോ, ഇല്ലെങ്കിൽ കഴിവുകൊണ്ട് ഈ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ആളുകൾ കൂടി നമുക്കിടയിലില്ലേ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം സംഗീതം പഠിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് പാടാൻ പറ്റുള്ളൂ എന്നുള്ളത് തെറ്റായ ഒരു ചിന്താ രീതിയാണ്. കാരണം ഇൻബോൺ ടാലൻ്റ് എന്നൊരു സംഭവമുണ്ട്, ജന്മന കിട്ടുന്ന ഒരു കഴിവ്. അത് ഉള്ളവർക്കും പാടാം. കാരണം നമ്മുടെ മണിച്ചേട്ടനൊന്നും പുള്ളി ശാസ്ത്രീയമായി പഠിച്ചിട്ടൊരാളല്ല. പക്ഷേ ഇന്ന് മറ്റേതൊരു സിംഗറിനേക്കാളും അല്ലെങ്കിൽ മറ്റേതൊരു വ്യക്തിയെക്കാളും പുള്ളിക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, പുള്ളിയുടെ പേര് പറയുമ്പോൾ തന്നെ ഇന്നും ഒരു സ്റ്റേജിൽ പുള്ളിയുടെ പാട്ടില്ലാതെ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവില്ല, സമ്മതിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? പുള്ളി സംഗീതം പഠിച്ച ഒരാളല്ല, ഇൻബോൺ ടാലൻ്റാണ്. പിന്നെ ആസ്വദിക്കാനും മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. സോ അങ്ങനെ ഒരു തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ട്. അത് ശരിയായ നടപടിയല്ല. പാട്ട് പഠിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കഴിവുണ്ടെങ്കിൽ, നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും പെർഫോം ചെയ്യാം. കുടുംബത്തിൻ്റെ സപ്പോർട്ട് വലിയ രീതിയിൽ തന്നെ വേണ്ട ഒരു മേഖല കൂടിയാണ് ഈ പറഞ്ഞ പോലെ ഗായികയായിട്ട് നിൽക്കുന്ന സമയത്ത്. എങ്ങനെയാണ് സ്വന്തം കുടുംബത്തിൻ്റെ സപ്പോർട്ട്? എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അരുൺ മോഹൻ, പുള്ളി ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് ഈ ഫീൽഡിനെ പറ്റി അറിയാം. അപ്പോൾ അതുകൊണ്ട് പുള്ളിയും സ്റ്റേജിൽ ഇപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ്. അപ്പോൾ പുള്ളി സ്റ്റേജിലും കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ പുള്ളിക്ക് നന്നായിട്ട് എന്താണ് സ്റ്റേജ് എന്നും അതിനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം നല്ല വശങ്ങളും അറിയാം. സോ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ പാടാതിരുന്ന ഒരു 5 വർഷവും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതും നീ പാടണം എന്ന് പറഞ്ഞ് എന്നെ വീണ്ടും ഫീൽഡിലോട്ട് കൊണ്ടുവന്നതിൽ പ്രധാനിയായ ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. സോ എനിക്ക് ഭയങ്കര സപ്പോർട്ട് എൻ്റെ വീട്ടിൽ നിന്നുണ്ട്. എനിക്ക് അതിലൊരു കുഴപ്പമില്ല. ഒത്തിരി സന്തോഷമുണ്ട് സ്വന്തം പങ്കാളി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അരുൺ മോഹൻ എനിക്കും പരിചയമുള്ളൊരു വലിയൊരു നടനാണ്. സീരിയൽ സിനിമാ മേഖലയിലൊക്കെ തന്നെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്തായാലും ഈ ഒരു 5 വർഷത്തെ ഗ്യാപ്പിനെ പറ്റി അഞ്ജലി സൂചിപ്പിച്ചായിരുന്നു. 5 വർഷത്തെ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരം മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വലിയ രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്തിനാണ് ഗ്യാപ്പ് എടുത്തത്? ചേച്ചി, എനിക്ക് ഒരു ത്രോട്ടിലൊരു പ്രോബ്ലം ഉണ്ട്, ഒരു നൊഡ്യൂൾ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം ആ സമയത്ത് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഷോസ് വരുമ്പോൾ രാത്രി ഉറക്കം ഒഴിഞ്ഞ് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയത്ത് എനിക്ക് തീരെ ശബ്ദമില്ലാണ്ടായി. ഇപ്പം തന്നെ സംസാരിക്കുമ്പോൾ പകുതി കാറ്റാണ് വരുന്നത്. അപ്പോൾ അന്ന് ഇതുമായിരുന്നില്ല, ഒട്ടും ശബ്ദമില്ലാത്തൊരവസ്ഥയിൽ എനിക്ക് നിർത്തേണ്ടി വന്നതാണ്. പിന്നീട് എനിക്ക് അങ്ങോട്ട് മടിയായി, കൊറോണ ടൈമും കൂടെ ആയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേണ്ട, എന്നെക്കൊണ്ട് ഇനി കഴിയില്ല എന്നുള്ളൊരു ഇതിലായി. പക്ഷേ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, ബെറ്ററായി വരുന്നുണ്ട്. ഇപ്പം ബെറ്ററായി വരുന്നതേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. സ്റ്റേജിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും മീഡിയയിലടക്കം സംസാരിക്കുന്ന ഒരു വിഷയമാണ് ലഹരി ഉപയോഗത്തെപ്പറ്റി. പ്രത്യേകിച്ച് എല്ലാ മേഖലയിലും ഇതുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരം ആളുകളുമായിട്ട് സമ്പർക്കത്തിൽ അല്ലെങ്കിൽ സംസാരിക്കേണ്ടതായിട്ട് വരാറുണ്ടോ, അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫീൽഡിലും ഈ പറഞ്ഞ ഞങ്ങളുടെ ജോലി വന്നിട്ട് രാത്രി പകലാക്കിയുള്ളൊരു ജോലിയാണ്. കാരണം രാത്രി ഉറക്കം കഴിഞ്ഞ് മറ്റുള്ളവരെ എൻജോയ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു, പകൽ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ പല സാഹചര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രതികരിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനൊരു സ്ത്രീയാണ്.
അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ പല സമയത്തും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ കൊളീഗ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഡയറക്റ്റ് അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനിത് ചെയ്യുന്നു, ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള ഓപ്ഷൻ അല്ല, അങ്ങനൊരു സാഹചര്യം ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. ഞങ്ങളുടെ നിസ്സഹായതയാണ്. കാരണം ഇത് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് വേണം വീട്ടിൽ യാത്ര ചെയ്യാൻ. അപ്പം അത് പേടിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തത്. ശരിക്കും ചേച്ചി പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റേജിലാണെങ്കിൽ പോലും പല സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമുക്കത് വെളിയിൽ പറയാനോ നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രതികരണം നടത്തി കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഇനി എടുത്തു പറയേണ്ടത്, അഞ്ജലി വളരെ വ്യത്യസ്തമായ മേഖലയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഗായിക മാത്രമല്ല, നർത്തകിയാണ്. മറ്റ് വിവിധ മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ നിലവിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്? ഞാൻ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 വർഷം ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞ ആ ടൈമിൽ അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയ സമയത്താണ് ഞാൻ പിന്നെ മോഡലിംഗ് തുടങ്ങിയത്. മോഡലിംഗ് എന്ന് വെച്ചാൽ മിസ്സിസ് കേരള 2023-4 ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇഷ്ടം കൊണ്ട് പോയതാണ്. പിന്നെ ഫോട്ടോ ഷൂട്ട്സ് ചെയ്യുന്നുണ്ട്, മോഡലിംഗ് ഷൂട്ട്സൊക്കെ ചെയ്യുന്നുണ്ട്. അത് ബൈ പ്രൊഫഷനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ ഒരു ഇഷ്ടം കൊണ്ട് പോയി ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ യൂട്യൂബ് സീരീസ്, ഷോർട്ട് ഫിലിംസ്, പിന്നെ 2 സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്ടങ്ങൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും ന്യൂസ് 18 പ്രേക്ഷകരൊക്കെ തന്നെ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അഞ്ജലി എടുത്തുന്നൊരു 2 വരി പാട്ട് കേൾക്കണം എന്നുണ്ട്. നമുക്കൊരു 2 വരി ന്യൂസ് 18 പ്രേക്ഷകർക്കായിട്ട് പാട്ട് പാടാമോ? പാടാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ എക്സ്ക്യൂസ് ആദ്യമേ ഞാൻ എടുക്കുകയാണ്. ത്രോട്ടിന് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. നിൻമൊഴികളിൽ സ്വരമിഴും കവിതയിൽ ഞാൻ തനിമയിൽ ഉണരുമേ പുലരിയിൽ, കാൽ തളരുമേ പകലുമിന്നൊടുവിലായി, നിൻ വഴികളിൽ മനമുടഞ്ഞലയവേ, മൗനം എൻ സ്വരമാകും മോഹം, എൻ മഴയാകും വിരഹം, എൻ നിഴലാകും നേരം, നേരും എൻ നോവിൽ തലോടാൻ നീ ഒരു നേർത്ത കാറ്റായി വന്നണയാത്തതെന്തേ, മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ, മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ, ഏകാന്തം ഈ തീരം, മൗനം ഈ സാഗരം, മെല്ലെ മെല്ലെ. താങ്ക് യു സോ മച്ച്. എടുത്തു പറയേണ്ട ഒരു വലിയൊരു കാര്യം എന്നുള്ളത്, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വോയിസ് ആണ്. എനിക്ക് തോന്നുന്നു ചില പാട്ടുകൾ വളരെ രീതിയിൽ ആപ്റ്റ് ആകുന്ന ഒരു വോയിസ് കൂടിയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു എന്താ പറയുക, ബേസ് കൾച്ചർ വിത്ത് ഹസ്കി വോയിസ് ആണ്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകൾ കൂടി ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കൊരു മിഡിൽ റേഞ്ചിനപ്പുറം പോകാൻ ഇച്ചിരി ടഫാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറയാറുണ്ട്, നിനക്ക് കംഫർട്ടബിൾ ഏതാണോ അങ്ങനത്തെ പാട്ടിൽ ചൂസ് ചെയ്യുക. അതായത് അടിപൊളിയാവട്ടെ മെലഡി ആവട്ടെ അങ്ങനെ ചെയ്യാനാണ്. അങ്ങനെ ഞാൻ ചെയ്യുന്നത് കൂടുതൽ. ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട് പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ. അഞ്ജലിയുടെ ആഗ്രഹം സിനിമയിൽ പാടണം എന്നുള്ളതാണോ, അതോ സ്റ്റേജ് പെർഫോമൻസ് തന്നെയാണ് താല്പര്യം? എങ്ങനെയാണ് ഒരു സ്വപ്നം കാണുന്നൊരു മേഖല എന്നുള്ളത്? ആഗ്രഹം ശരിക്കും എപ്പോഴും എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും സിനിമയിൽ പ്ലേ ബാക്ക് ലെവലിൽ പാടണം, അങ്ങനെ ഒരു ഇതിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നത് സ്റ്റേജ് തന്നെയാണ്. അതിൻ്റെ ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ അത് വേറൊരു ഇത്. കാരണം ഇത്രയും വർഷം അതായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു പ്രൊഫഷനാണ് സ്റ്റേജ്. അത് സാധിക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഉറപ്പായിട്ടും നമ്മുടെയൊക്കെ തന്നെ പിറകിൽ ഒരു ആളുടെ ഒരു വലിയൊരു ശക്തി ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ചിലപ്പം കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ പങ്കാളിയായിരിക്കാം, ഒക്കെ തന്നെയാണ്. എങ്ങനെയാണ് അഞ്ജലിയുടെ പിറകിൽ ഈ ആളാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു മാതൃക ഈ ഒരു വ്യക്തിയാണെന്ന് പറയാനായിട്ട്? സപ്പോർട്ട് എന്ന് വയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറ് ഹസ്ബൻഡിനെ തന്നെയാണ്. എന്തായാലും പുള്ളിക്ക് മ്യൂസിക്കിനെ പറ്റി വലിയ അറിവൊന്നുമില്ല, പക്ഷേ എങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് എല്ലാ ഫ്രീഡവും തന്നെ എന്നെ കൊണ്ട് നടക്കുന്ന ഏട്ടനാണ്.
പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ റോൾ മോഡൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആകണം എന്ന് അല്ലെങ്കിൽ ഇതുപോലെ ആകണം എന്ന് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ബ്രദറാണ്, എൻ്റെ അനിയനാണ്. അവൻ മൃദംഗം ആർട്ടിസ്റ്റാണ്, മൃദംഗിസ്റ്റാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മ്യൂസീഷ്യൻസാണ്. അപ്പം ബൈ ബർത്ത് ഞങ്ങൾക്ക് എവിടെയോ അങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഹാർഡ് വർക്കും അവൻ തരുന്നൊരു മോട്ടിവേഷനുണ്ട്. പിന്നെ അവനെ കണ്ട് ഞാൻ പഠിക്കുന്ന കുറച്ച് കാര്യം, ഞാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ അവൻ്റെ ഒരു ഹാർഡ് വർക്കും അവൻ ചെയ്യുന്ന എഫേർട്ടും അവൻ്റെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ കണ്ടിട്ടാണ് ഇതിലോട്ട് വീണ്ടും ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. പിന്നെ അവൻ അഡ്വൈസ് ചെയ്യാറുണ്ട്, ഞാൻ അതെല്ലാം കേൾക്കാറുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ബ്രദർ, മോട്ടിവേഷനാണ്, ഭയങ്കരമായിട്ട് അഡ്വൈസ് ചെയ്യും, വഴക്ക് പറയും. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ചേട്ടനും എൻ്റെ അനിയനും എൻ്റെ 2 കണ്ണുകളെ പോലെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വരെ. നമ്മളെല്ലാവരും തന്നെ ഒക്കെ വലിയൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. നമുക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ആളുകൾ തന്നെയാണ് സ്റ്റേജ് പെർഫോമൻസിലൊക്കെ തന്നെ നിരന്തരം കാണുന്നത്. അതിനുശേഷം വരുന്ന പുതിയ ആൾക്കാർക്ക് തന്നെ വലിയ രീതിയിൽ അവസരങ്ങളുടെ ഒരു വലിയ കുറവ് കാണാനുണ്ടായിരുന്നു. എങ്ങനെയാണ് അഞ്ജലിയുടെ ലൈഫിൽ അവസരങ്ങളുടെ വലിയൊരു കുറവ് സംഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്ന മുഖങ്ങൾ മാത്രമല്ലേ സ്റ്റേജിൽ കാണാറുള്ളൂ? അതെ, എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു 2020 നിർത്തുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ ജാസി ഗിഫ്റ്റ് ചേട്ടൻ്റെ കൂടെയായിരുന്നു ഞാൻ ഷോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരുപാട് വലിയ പ്രമുഖരായ ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, വലിയ ഷോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു റീ എൻട്രി വന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ ഇച്ചിരി കുറവാണ്, മൊത്തത്തിൽ പറഞ്ഞാൽ കുറവാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ചിലപ്പോൾ ഇനി എന്നെ അറിഞ്ഞ് ആൾക്കാർ എന്നെ വിളിക്കും എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് എക്സ്പോഷർ കിട്ടുമെന്നായിരിക്കാം ഞാൻ മനസ്സിൽ സമാധാനിക്കുന്നത്. പക്ഷേ താരതമ്യേന എനിക്ക് ഭയങ്കര കുറവാണ്, അവസരങ്ങൾ കുറവാണ് ശരിക്കും. അതുമാത്രം നല്ല ഇപ്പം തന്നെ ഒരുപാട് പുതിയ പിള്ളേർ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ആൾക്കാർക്ക് എപ്പോഴും രജിസ്റ്റർ ആയിട്ടുള്ള ചില ഫേസസ് ഉണ്ട്, അവരങ്ങനെയുള്ളവർ. കാരണം അവർക്ക് അത് മതി. പുതിയ പിള്ളേരെ പരീക്ഷിക്കാൻ എല്ലാവർക്കും ഇച്ചിരി മടിയാണ്. അപ്പം ഇപ്പം എൻ്റെ കാര്യം ഞാൻ പുതിയ ആളല്ലെങ്കിൽ പോലും ഞാൻ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പുതിയ പിള്ളേർക്ക് അതിലും ബുദ്ധിമുട്ടാണ്. പിന്നെ സന്തോഷമുണ്ട്, ഇനിയും നമുക്ക് വലിയ സ്റ്റേജുകളിൽ അഞ്ജലിയെ കാണാൻ സാധിക്കട്ടെ എന്നുള്ള വലിയൊരു ആഗ്രഹം കൂടിയുണ്ട്. അഞ്ജലിക്ക് എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ജീവിതം വലിയ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ടൊരു മുഖ്യധാരയിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ റീൽസുകൾ ഇടുക, പോസ്റ്റുകൾ ഇടുക എന്നുള്ളത് വലിയൊരു നിർബന്ധം പോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണ് അഞ്ജലിയുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ അഞ്ജലി? സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവം അല്ലെങ്കിൽ അത്യാവശ്യം ആക്റ്റീവാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ മേഖല ആർട്ടിസ്റ്റ് വൈസ് നിൽക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമുക്ക് ഉപദ്രവമുണ്ട് ഉപകാരമുണ്ടെന്ന് പറയുമ്പോൾ പോലെയാണ്. പക്ഷേ ചേച്ചി ഞാൻ അത്യാവശ്യം ആക്റ്റീവാണ്. കാരണം എൻ്റെ ജോലി വെച്ചിട്ട് എൻ്റെ ഇന്ന് ചെയ്യുന്നൊരു പ്രോഗ്രാം വീഡിയോ ഇട്ടാലേ 10 പേര് കാണത്തുള്ളൂ, അടുത്ത ആരെങ്കിലും എന്നെ എൻക്വയറി ചെയ്യത്തുള്ളൂ, വിളിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയ അത്യാവശ്യം ഉപകാരമുള്ളൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇന്നത്തെ പല കാര്യങ്ങളും അപ്ഡേഷൻസ് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് അറിയുന്നത്. അപ്പോൾ ആരിപ്പോഴും വീട്ടിലിരുന്ന് ന്യൂസ് കാണുന്ന കുറവാണ്, പത്രം വായിക്കുന്നതും കുറവാണ്. എല്ലാവരും മൊബൈലിൽ ഈ 1 ടച്ച് ലെവലിലാണ് എല്ലാവരും പോകുന്നത്. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് സോഷ്യൽ മീഡിയ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തന്നെ 2 വാദങ്ങളും കൂടി അതിനകത്തുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടിലൂടെ ഒക്കെ തന്നെ ഒരു കൂട്ടം ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്, അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതുവഴി അവസരങ്ങൾ കിട്ടിയ ഒത്തിരി മനുഷ്യരും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ പാട്ടൊക്കെ പാടി റീൽസൊക്കെ പോസ്റ്റ് ചെയ്ത് സിനിമയിലൊക്കെ തന്നെ പാടിയ ഒത്തിരി പേരുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂട്ടം 2 ആളുകൾക്കിടയിലാണ് നമ്മളൊക്കെ തന്നെ ജീവിക്കുന്നത്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ആക്രമിക്കാൻ മാത്രം നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവരോട് ഒന്നും പറയാനില്ല. കാരണം എല്ലാ കാര്യത്തിലും 2 സൈഡ് ഉണ്ടാവും, നല്ലതും ചീത്തയും ഉണ്ടാവും. ഇപ്പം നല്ലത് മാത്രം എടുക്കുക എന്ന് വെച്ചാൽ ചീത്തയായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഇതാണ് ജോലി, അവർക്ക് വേറെ ഒന്നും ജോലിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കല്ലെറിയുന്ന ആൾക്കാർ നമുക്കൊന്നും പറയാനില്ല ചേച്ചി. കാരണം അവരുടെ ജോലി നമ്മളിനി എന്ത് പറഞ്ഞാലും അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളത് ദൈവം നോക്കിക്കോളും. നമ്മൾ സജീവമായിട്ട് നിൽക്കുന്ന മേഖലയിൽ നമുക്ക് പലപ്പോഴും മോശം അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലർക്കും. എന്തെങ്കിലും ഒരു മോശം അനുഭവം സജീവമായിട്ട് നിന്ന സമയത്ത് ആ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അഞ്ജലിക്ക്? തുടക്കത്തിൽ, അതായത് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മളെ ഒരു സ്റ്റാൻഡ് നമ്മൾ നിലയുറപ്പിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് എന്തും എതിർക്കാനുള്ള ധൈര്യമുണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്, നമുക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ആദ്യകാലങ്ങളിൽ അതില്ലായിരുന്നു, കാരണം ഒന്നും അറിയാതെ വരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഒരുപാട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഓക്കെ, പിന്നെ കേരളത്തിനകത്ത് വലിയൊരു മാറ്റം സംഭവിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ മേഖലയിലും അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടാകുന്നു. പക്ഷേ കാലം മാറി വരുന്നതനുസരിച്ച് അത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മൾ മാറുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ജനതയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. മാറ്റങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്.
ഒരുപാട് ഇപ്പം എങ്ങനെ പറയാന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായി പറയാൻ അറിയില്ല. എങ്കിലും പല കാര്യങ്ങളും ആൾക്കാരുടെ ചിന്താഗതിയിൽ, പ്രവൃത്തികളിൽ, ആൾക്കാർ എന്താ പറയുക പെരുമാറുന്ന രീതിയിൽ, പിന്നെ നമ്മുടെ മീഡിയ ലെവലിൽ, അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി വളരുന്ന രീതിയിൽ, സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളർച്ചയുണ്ട്. താഴോട്ട് പോയെന്ന് തോന്നിയുള്ളത് ചില മനുഷ്യരുടെ മനസ്സിനകത്തുള്ള അവരുടെ ചില കാഴ്ചപ്പാടുകൾ മാത്രമാണ് താഴോട്ട് പോയതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിൽ ഉണ്ട്. ഓക്കെ. അപ്പം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രതികരണ ശേഷിയുള്ള ഒരു കൂട്ടം മനുഷ്യർ വരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പറഞ്ഞ കണക്ക് മാറ്റമുണ്ടാകുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ഒരു പ്രശസ്തമായ നടി അത്തരത്തിലൊരു പ്രതികരണം നടത്തിയായിരുന്നു. അപ്പം പ്രതികരണം നടത്തിയ സമയത്ത് തന്നെ ഒരു കൂട്ടം ആൾക്കാർ അതിനെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അത് പറഞ്ഞ സമയത്ത് ഞാൻ ആയിരുന്നെങ്കിൽ വലിയ രീതിയിൽ തമാശയായിട്ട് കണ്ടേനെ. മാല പാർവതി അടക്കമുള്ള ഒരു പ്രശസ്ത മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് പറഞ്ഞതെന്നുള്ളതാണ്. ആ വിഷയത്തിൽ അഞ്ജലിക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ ചില തമാശകളെ അതിനെ തമാശയായിട്ട് കാണണമായിരുന്നു, ഇല്ലെങ്കിൽ അത് പ്രതികരിക്കേണ്ടത് അത്തരത്തിലായിരുന്നു എന്ന് പറയുന്ന വാദത്തോട് എങ്ങനെ നോക്കിക്കാണുന്നു? ചേച്ചി, നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം കാഴ്ചപ്പാടാണ്. ഇപ്പം എന്നോട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഇപ്പം എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ടാണ്, എന്നോട് അത്തരത്തിലൊരു തമാശ പറഞ്ഞ് ചിലപ്പോൾ ഞാൻ ആ സെൻസിൽ എടുത്ത് വിടുള്ളൂ, നീ പോ എന്ന് പറഞ്ഞു വിടും. പക്ഷേ ഇത് വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ എനിക്കിത് ഫീൽ ചെയ്യും, ഹേർട്ടാവാം. സോ ഇത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എന്നും പറഞ്ഞിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ചിരിച്ചു തള്ളണമെന്ന് ഞാനും പറയില്ല. നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടത് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. കാരണം എൻ്റെ സേഫ്റ്റി നോക്കേണ്ടത് ഞാനാണ്, എവിടെ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഞാനാണ്. ഞാൻ വിചാരിക്കാതെ എന്നെ ഒരാളും തൊടില്ല, അല്ലെങ്കിൽ എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എങ്ങനെ നമ്മളത് എടുക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം കാഴ്ചപ്പാടാണ്. അപ്പം മറ്റുള്ളവരത് അങ്ങനെ പറയുന്നു. ചിലപ്പോൾ മാലാ പാർവതി പോലൊരു മാഡം, അവർക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യാൻ തോന്നുക, പക്ഷെ വേറൊരാൾക്ക് ചിലപ്പോൾ അങ്ങനെ ആവില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അത് നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒപ്പീനിയൻ പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും അഞ്ജലി പറയുന്നത് വളരെ വ്യക്തമാണ്. നമുക്ക് എല്ലാ തമാശകളും തമാശകളല്ല, പക്ഷെ അത് ആര് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്ത് പലവട്ടം അത്തരം തമാശകൾ പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പക്ഷേ ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ പരിചയക്കുറവുള്ളൊരു മനുഷ്യൻ അത് പറയുമ്പോൾ, അത് ഏത് മേഖലയിൽ ഏത് സ്പേസിൽ പറയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് പബ്ലിക് അല്ലെങ്കിൽ പോലും വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമ്മൾ കൃത്യമായി തന്നെ ആ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ പോലും നമുക്ക് സമയമെടുത്ത് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്. ആ ഒരു പ്രതികരണം കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒത്തിരി നല്ല ഒരു സംഭാഷണം തന്നെയാണ് അഞ്ജലിയുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ. അഞ്ജലി ഇനിയും കുറച്ചധികം മേഖലയിൽ കൂടി, അല്ലെങ്കിൽ കുറച്ചധികം ഇടങ്ങളിൽ കൂടി അഞ്ജലി എത്തുന്ന രീതിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സ്റ്റേജ് പെർഫോമൻസിൽ നൃത്തം ചെയ്തു പാടുന്ന അഞ്ജലിയെ നമുക്ക് എല്ലാവർക്കും വലിയ അതിശയത്തോട് തന്നെ നമ്മൾ നോക്കിക്കാണുന്നു. എങ്കിൽ പോലും അഞ്ജലിക്ക് ഏറ്റവും ലൈഫിലുണ്ടായ നല്ലൊരു അനുഭവത്തെ പറ്റി നമുക്കൊന്ന് പങ്കുവയ്ക്കാമോ? നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിൽ നമ്മൾ കയറി ആ 2.5 മണിക്കൂർ നമ്മൾ ഓഡിയൻസിനെ എൻജോയ് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് തരുന്നൊരു അപ്രീസിയേഷൻ, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഹഗ്, അല്ലെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് ആണെങ്കിൽ പോലും അത് നല്ലൊരു അനുഭവമാണ്. ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാത്ത അനുഭവമൊന്നുമില്ല, എല്ലാം നല്ല അനുഭവങ്ങളാണ്. മോശം അനുഭവമുണ്ട്, നല്ല അനുഭവമുണ്ട്. ആൾക്കാരുടെ റെസ്പോൺസാണ് നമ്മുടെ സന്തോഷം. അതിൽ ഞാൻ ഹാപ്പിയാണ്, ഭാഗ്യവതിയാണ്. ഓക്കെ, സന്തോഷമുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒരു റിക്വസ്റ്റും കൂടി ചെയ്യുവാണ്. അഞ്ജലി ഹസ്കി വോയിസിൽ, അല്ലെങ്കിൽ അത്തരം ഒരു വ്യത്യസ്തമായ വോയിസിൽ അങ്ങനെ ഒരു കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു പാട്ട് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് പാടിത്തരാമോ? ശരി, ഞാൻ ഒരു പാട്ടും കൂടെ നോക്കാം. മോസ്റ്റ്ലി എൻ്റെ ആരെങ്കിലും പാടാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു പാട്ടാണ്. എല്ലാവർക്കും അറിയുന്ന പാട്ടിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അടിമഴை വരും അതിൽ നനൈവോമേ, കുളിർ കാഴ്ചലോട് സ്നേഹം, ഒരു പോർവയ്ക്കുൾ ഇരു തൂക്കം, குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், அது தெரிந்தும் கூட அன்பே மனம் அதையேதான் எதிர்பார்க்கும், எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும், சில சமயம் விளையாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும், வசீகரா என் நெஞ்சினுக்கு உன் பொன்மடியில் தூங்கினால் போதும் அதே கணம், என் கண்ணுறங்கா உன் ஜென்மங்களில் ഏക്കങ്ങൾ തീരും നാൻ. ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു പാട്ടായിരുന്നു നമുക്ക് പാടിത്തന്നത് അഞ്ജലി. നമുക്ക് ഇനിയും കാണാം. എന്തായാലും ഇന്നത്തെ അതിഥി വിശേഷം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.